നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ മുന്നിൽ കളിച്ചിരുന്ന ഒരു ചെറുക്കൻ ഇങ്ങനെ വളർന്ന് അതെ തോമസ് ഏട്ടൻ്റെ മോൻ. ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം സെറ്റ് എന്നാ പറഞ്ഞു. ഭയങ്കര ഇതുണ്ട്, താങ്ക്സ് ഉണ്ട്. ഇത് അതെ, ഞങ്ങൾക്ക് വലിയ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇത്രയധികം ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് പരിചയമില്ലാത്ത പാവങ്ങളായ കുറച്ച് സിനിമാക്കാരാണ്. പടം എല്ലാവരും കണ്ടോ? എന്താണ് കിട്ടുന്നൊരു റെസ്പോൺസ്? ഉഷാറാണ്. ഓക്കെ, അപ്പോ എന്താ പറയുക, ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വളരെ സാധാരണക്കാരായ ഓഡിയൻസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പേടിപ്പിച്ചും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നതായിരിക്കും. എന്താ പറയുക, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ മുന്നിൽ കളിച്ചിരുന്ന ഒരു ചെറുക്കൻ ഇങ്ങനെ വളർന്ന് അതെ തോമസ് ഏട്ടൻ്റെ മോൻ. ഇപ്പോ അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, കോക്കിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുണ്ടായിരുന്നൊരു പയ്യൻ ഇപ്പൊ വലുതായി ട്രാൻസ്ഫോം ചെയ്ത് വേറൊരാളായി നമ്മുടെ മുന്നിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിലോട്ട് വരിക. ഇതൊരു തിയേറ്റർ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി അങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, നൗഫലിൻ്റെ ഡയറക്ഷൻ സൈഡ്, നമ്മൾ ആ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും സിനിമ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനും കൂടെ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഒരു 1.5 വർഷത്തെ ഒരു എഫേർട്ടാണ് ഈ സിനിമ. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ട് ആളുകളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഭയങ്കര ഹൈ ആയിരുന്നു. പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിലുപരി ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമ ചെയ്യാൻ ഒരു കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും ഒരു ഫ്രീഡം തന്ന എൻ്റെ പ്രൊഡ്യൂസർക്ക് ആണ് ഞാൻ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്താണ് സുഹൃത്തുക്കളെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഇടവും മലരിക്കുന്ന എല്ലാവരും എന്നെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് വന്ന ആളുകളാണ്. അപ്പം ഞാൻ കാലിക്കറ്റ് ഗലേറിയ മാളിൽ ഞങ്ങൾക്കൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വലിയ ക്രൗഡായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയുന്ന പോലെ, ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നത് തെറ്റില്ല, ഞാൻ ഇത്ര ആളുകളുടെ മുന്നിൽ വീണ്ടും വാക്ക് തരാന്ന് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ തിയേറ്ററിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. കണ്ട എല്ലാവരും നല്ല മോശം അഭിപ്രായം, എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് വന്ന എല്ലാം ഭയങ്കര പോസിറ്റീവ് കമൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു, ഇതിൻ്റെ ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു പ്രോസസ്സിൽ ഞാനൊരു 10-12 വർഷമായിട്ട് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും എഡിറ്ററായിട്ടും അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് എഡിറ്ററായി ഒരു 10-12 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമലി ഒരു സിനിമ എന്താ പറയാ, അല്ല അങ്ങനെയല്ല, നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമാക്കാർ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര എനർജിയാണ് അത്. നമുക്ക് തൊട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ സിനിമ തിയേറ്ററിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരു 1.5 വർഷത്തെ പരിപാടി ഉണ്ട് അതിൽ. അപ്പോൾ അത് ഒരുപാട് എഫേർട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രഷേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ ഈ അടുത്ത് ഒന്ന് ആലോചിച്ചായിരുന്നു, ഇനി സിനിമ വേണ്ട, ഇനി പരിപാടി നമുക്ക് പറ്റാത്ത പരിപാടിയൊന്നും ആലോചിച്ചു. പക്ഷെ ഇന്ന് സിനിമ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സിനിമ ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയാണ് ഉണ്ടായത്. ഒരുപാട് കുറച്ച് ഇമോഷണലാണ്, ഭയങ്കര ഹാപ്പിയാണ്. വാക്കുകളൊക്കെ തെറ്റിപ്പോവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വളച്ചൊടിക്കരുത്. ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. ഞാൻ
നമ്മൾ നോർമലി ഒരു സിനിമ ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് നോർമലി ഉമ്മാരി കാശ് മുടക്കിയത് കാരണം എന്തായാലും കാണാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ, ഇവൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാം. അപ്പോൾ നമ്മളൊരു ഡബിങ്ങിൻ്റെ മുന്നേ ഒരു ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സജിൻ ഉൾപ്പെടെ സിനിമ കണ്ടിട്ട് അന്ന് ഒരു രണ്ടര മണിക്കൂറായിരുന്നു ആ വേർഷൻ. അത് കണ്ടിട്ട് ഇവരെൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞത് ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം സെറ്റ് എന്നാ പറഞ്ഞത്. അവിടെ ആയിരുന്നു സിനിമയുടെ ആദ്യത്തെ ഒരു വിജയം എന്ന് പറയണേ. അതിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു. എൻ്റെ ഞങ്ങളെ സിനിമ ഇനിയും കുറെ ആളുകളിലോട്ട് ഇനി എത്താനുണ്ട്. അത് ഓർഗാനിക്കായിട്ട് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ തെറ്റിയിട്ടില്ല. താങ്ക് യു. മതി. ആദ്യം തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ പടം ഇന്നലെയൊക്കെ വരെ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഷോ കഴിയുന്ന വരെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പടം ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര നല്ലൊരു സിനിമയാണ്, ഭയങ്കര അടിപൊളി ക്രൂ ആണ്. ഇപ്പോൾ ഇവരുടെ മ്യൂസിക് ആണെങ്കിലും നൗഫലിക്കും അല്ലെങ്കിൽ അഭിചേട്ടനും അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ക്രൂവും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്തായാലും ഭയങ്കര വൃത്തിയായിട്ടുള്ളൊരു സിനിമയായിട്ട് വരും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇതെങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പടം ഇറങ്ങി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജ് പറയുന്ന റിവ്യൂ ഒന്നുമല്ല, എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്താ ഈ ഭയങ്കര ആൾക്കാർ ഓരോ ജെന്യൂനായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും നമ്മള്. ഞാൻ നൗഫലിക്കയുടെ അടുത്തും സജിനിക്കയുടെ അടുത്തും പിന്നെ ഇത് എഴുതി സുനു ജോസ് ബാക്കി ഇതെല്ലാവരോടും പേഴ്സണലി എൻ്റെ ബിഗ് താങ്ക് യു. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇപ്പം ഈ കിട്ടുന്ന റെസ്പോൺസിനൊക്കെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. അപ്പോൾ എല്ലാവരും എത്തണം. അപ്പോൾ എല്ലാവരും ഒന്ന് പറയുക നിങ്ങൾക്ക് എന്താ ജെന്യുവൻലി തോന്നി എന്നുള്ളത് എല്ലാവരോടും പറയുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരെയും ബോറടിപ്പിക്കില്ല. എൻ്റെ ഈ സംസാരം ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ സിനിമ ഒരിക്കലും ബോറടിപ്പിക്കില്ല. നീറ്റായിട്ടുള്ളൊരു എൻ്റർടൈനറാണ്. ഹൊറർ വർക്ക് ആവുന്നുണ്ട്, ഹ്യൂമർ വർക്ക് ആവുന്നുണ്ട്, ഇമോഷണൽ സൈഡ് പടത്തിൻ്റെ വർക്കായിട്ടുണ്ട്, ത്രില്ലിംഗ് ആന്ന് പറഞ്ഞ് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അത് വർക്ക് ആവുന്നുണ്ട്. ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ചിലവർക്ക് ചില ഏരിയാസ് വർക്ക് ആവുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ് എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതി തന്നെയാണ്. ഭയങ്കര ജെന്യൂനായിട്ട് പറയുന്നത്. ഞാൻ അല്ലാണ്ട് എനിക്ക് വന്ന് എല്ലാം വർക്കാണ് അടിപൊളിയാണെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയണേ. ആക്ച്വലി ഭയങ്കര ഫ്രം ദി ഹാർട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് നമുക്ക് മെസ്സേജ് തന്നെ എല്ലാം തന്നെ. അപ്പോൾ ഒരിക്കലും ഇത് സിനിമ തിയേറ്ററിൽ വന്നെ ആരെയും നിരാശപ്പെടുത്തില്ല, വെറുപ്പിക്കില്ല. ഡീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം രാവിലെ തൊട്ട് ഷോ കഴിഞ്ഞിട്ട് കിട്ടുന്ന റെസ്പോൺസസ് ജെന്യുവൻ ആയിട്ടുള്ള കുറേ കോൾസ് വരുന്നു, കുറേ മെസ്സേജസ് വരുന്നു. ഒരു ആക്ടറിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ജെന്യുവൻ ആയിട്ട് വരുന്ന കുറേ അങ്ങനത്തെ അപ്രിസിയേഷൻ. സോ ഞങ്ങൾ ഫുൾ ടീം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഈക്വലി ഹാപ്പിയാണ്. ഈ ഒരു ഡേന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആരും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കാരണം ഒരു നല്ല മികച്ചൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നൊരു സിനിമയാണ്. കുറേ എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണാത്തവർ കാണാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിലും ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റിയതിലും ഒക്കെ. ഈ സക്സസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇവർ പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ശരിക്കും എല്ലാവരുടെയും ഉള്ളിൽ നിന്നുള്ള വാക്കുകളാണ് പറഞ്ഞേക്കുന്നത്, സന്തോഷം പ്രകടിപ്പിച്ചേക്കുന്നതെല്ലാം. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ശരിക്കും
അത് OTT വന്ന് നിങ്ങൾ കാണാതെ അതിന് മുമ്പായിട്ട് തന്നെ തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാണാത്തവർ എത്രയും വേഗം കാണണം. കണ്ടവരെല്ലാവരോടും നല്ല അഭിപ്രായങ്ങളുള്ളവർ നമ്മളോട് അറിയിക്കുക, ഇഷ്ടപ്പെടാത്തവർക്കും അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഫാമിലിയോടും എല്ലാവരോടും ഒരുമിച്ച് പോയി കാണാൻ പറ്റിയ പടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുതെന്ന് ഞാൻ പറയും. ശരിക്കും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും പടം കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞങ്ങളാണ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിന്റെ. അപ്പൊ ആദ്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു ടീം ഭയങ്കര റെയർ ആണെന്ന് പറയാം. അതായത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇത്രയും എന്താ ഓപ്പൺ ആയിട്ടുള്ള ഡയറക്ടർ തൊട്ട് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് തൊട്ട് അങ്ങോട്ടങ്ങോട്ട് നമ്മുടെ മെൽ വിജയ്, നമ്മുടെ അഭിഹഡ് ക്യാമറ, നമ്മുടെ റൈറ്റേഴ്സ്, ഇത് ഇങ്ങനെ ഒരു ടീം ഭയങ്കര ഭാഗ്യമെന്ന് പറയാം. എക്സാക്ട്ലി, അത് ഭയങ്കര എന്താ ഭാഗ്യമെന്ന് തന്നെ പറയാം. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. നിങ്ങളാണ് അത് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ മ്യൂസിക് ആണെങ്കിൽ പോലും നമുക്ക് വിചാരിക്കുന്ന സാധനം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി അങ്ങനെ തന്നെ ആൾക്കാർക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയെന്നുള്ളത് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത് സഭയ്ക്ക് കൊടുക്കട്ടെ. ഭയങ്കര സന്തോഷം. ഫസ്റ്റ് താങ്ക്സ്, ഈ ഒരു പടത്തിന്റെ ഭാഗമാക്കിയതിന് ഭയങ്കര താങ്ക്സ്. പ്രൊഡ്യൂസർ, പിന്നെ റൈറ്റേഴ്സ് ജ്യോതിഷ്, സുനു, അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്, താങ്ക്സ് ഉണ്ട്. ഇത് അതെ, ഞങ്ങൾക്ക് വലിയ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇത്രയധികം ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് പരിചയമില്ലാത്ത പാവങ്ങളായ കുറച്ച് സിനിമാക്കാരാണ്. അപ്പോ നമ്മൾ പറയണതിൽ പാകപ്പഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് ക്ഷമിച്ചു തന്നേക്കണം. അപ്പം നമ്മള് ഷൂട്ട് നടക്കുന്ന ആ സമയത്ത് തൊട്ട് തന്നെ നമ്മള് ചില സീനുകളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മള് റഫ് എഡിറ്റ് കാണുമ്പോഴും ഇത് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഈ പരിപാടി വർക്കാണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിൽ ഇതാവൂലേ, അങ്ങനെ ആവൂലേ, വർക്ക് ആവൂലേ, അങ്ങനത്തെ ഉള്ള ഒരു പരിപാടി, ഒരു കോൺഫിഡൻസ് തന്നെ ആയിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത്. ഇപ്പം അതിന്റെ ഒരു 2 ഇരട്ടിയായിട്ടാണ് സ്ക്രീനിൽ കാണാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷം. ഇതേപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെയും കുറിച്ച് ആക്ടേഴ്സിനും ഓരോരുത്തരെയും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ മെസ്സേജ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പടം കാണുക. ഇത് ഭയങ്കര ഒരു ഇപ്പൊ നാട്ടിൻ പുറത്തുനിന്നൊക്കെ വരുന്ന മെസ്സേജുകളിൽ അവർ പറയുന്ന ഭയങ്കര എന്താണ് ചിരി, തിയേറ്റർ മൊത്തം ചിരി, ഭയങ്കര എന്താ ഹൊറർ പരിപാടികളൊക്കെ വർക്കായിട്ടുണ്ട് അവർക്ക്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയല്ല, വർക്കാവും. അത് അത്രയും ആൾക്കാർക്ക് വർക്കായ സ്ഥിതിക്ക് എന്തായാലും. അപ്പൊ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് പടം കാണാം. പ്ലീസ് OTT വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അത് അതുപോലത്തെ ഒരു സിനിമ അല്ല. തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണാം. കൊടുത്തോട്ടെ. ഒരു പ്രേക്ഷക എന്ന രീതിയിലും ഒരു അഭിനേത്രി എന്ന രീതിയിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എന്താ പറയുക, ഒരു ആക്ടറിനെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ സക്സസ് എന്ന്. അങ്ങനെ കുറച്ച് മൂമെന്റ്സ് എനിക്കിന്നുണ്ടായി. ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഇത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ ത്രില്ലടിപ്പിക്കാനും ചിരിപ്പിക്കാനും കുറച്ച് സെന്റിമെന്റലാക്കാനും, ഇവൻ ഞാനും കുറച്ച് സെന്റിമെന്റലായിരുന്നു പടം കഴിയുമ്പോൾ. അപ്പോൾ എല്ലാ ഇമോഷൻസും ഉള്ള ഒരു കുഞ്ഞു വലിയ സിനിമയാണ്. നിങ്ങളത് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. താങ്ക് യു. ഹലോ, എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ധ്യയാണ് ഇപ്പോൾ. കാരണം വേണമെന്നല്ല, ഈ പടം എന്നിലോട്ട് എത്തിക്കുന്നത് അഭിലാഷ് ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒറ്റ ചങ്ങാതിയാണ്. നമ്മളിപ്പോൾ ഒരു 10-12 വർഷത്തെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഒരു കുറവുണ്ടല്ലേ.
അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞ അളിയ ഒരു ചെറിയൊരു പരിപാടി വന്നിട്ടുണ്ട്, നീ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിപ്പോൾ നായകനാണെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ വന്ന് ഈ പടത്തിൽ നൗഫലൊക്കെ നമ്മളെ കണ്ടു, മീറ്റ് ചെയ്തു, സംഭവങ്ങളൊക്കെ സെറ്റായി. ഈ കോസ്റ്റ്യൂമും ഈ ചെരുപ്പിട്ട് ഈ പറഞ്ഞ നെല്ലിക്കാമ്പോയിൽ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഇട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് ഒരു ഹിറ്റ് പടത്തിൻ്റെ ലൊക്കേഷനിൽ നടക്കുന്നൊരു ഫീലായിരുന്നു. കാരണം ഞാൻ പറവ മൂവി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു അതേ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂമായിരുന്നു എനിക്ക് ഇതിനകത്തും കിട്ടിയത്. അപ്പോൾ എനിക്കെന്തോ ഒരു ആത്മവിശ്വാസം വരികയും ചെയ്തു. അയ്യോ ഇത് ഹിറ്റാവാനുള്ളൊരു ഇത് കാണുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ആ കോസ്റ്റ്യൂമും ആ ഒരു ചെരുപ്പൊക്കെ ഇട്ടപ്പോൾ എനിക്ക് സാധനം ഫീൽ ചെയ്തു. അത് ചെരുപ്പിട്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ, ചെരുപ്പിടാൻ നടക്കൂല, മമ്മി വഴക്കൂല. അതുപോലെ തന്നെ ഈ പടത്തിലെ എനിക്ക് ആകെപ്പെട്ടൊരു വിഷമം ഉണ്ടായത് നൈറ്റ് റൈഡേഴ്സ് ആണ്. അപ്പം മൊത്തം രാത്രി ആയിരിക്കുമല്ലോ ഷൂട്ട്, അങ്ങനെ വെളുപ്പാങ്കാലാണെങ്കിലും. പക്ഷെ എനിക്ക് ഉറക്കം എന്നൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ ഉറക്കിയിട്ടില്ല ഇല്ല. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ രാത്രി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ പുതിയ ഷൂട്ടാണെങ്കിലും ഒരു സ്റ്റേജ് ഷോ ആണെങ്കിലും ഈ പടത്തിന് റിലീസാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ വന്ന് കണ്ട് തിയേറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും മെസ്സേജ് അയക്കാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ അന്ന് ഉറക്കമൊഴിഞ്ഞതിൻ്റെ ഒരു സാലറിയാണ് നമുക്ക് കിട്ടുന്ന ഓരോ നല്ല നല്ല മെസ്സേജസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണുക, ഈ പറഞ്ഞ സാലറി ഞങ്ങൾക്ക് തരിക അല്ലേ. താങ്ക് യു സർ. അഭിലാഷങ്കർ, താങ്ക് യു സോ മച്ച് എവ്രിബഡി. ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പടം ഞങ്ങൾ വിചാരിച്ചേക്കാളും നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും നിങ്ങളെല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു everyone. ആക്ച്വലി എനിക്ക് അഭിചേട്ടനും നൗഫലിക്കും കെട്ടിയോളാൻ മലാഗ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നീഷ്യൻസിനെ കിട്ടിയതാണ്. അത് ബ്രദർഹുഡ് ബോണ്ടിങ് ആയിരുന്നു. ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നൗഫലിക്ക് അത് കഴിഞ്ഞിട്ടും അഭിചേട്ടനും കൂടി വീണ്ടും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഈ സിനിമയിൽ ഭയങ്കര ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോട്ട് തന്നെയാണ് ആക്ച്വലി ഈ സിനിമ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയ. കെട്ടിയോളാൻ മാലക ഈവൻ അത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്ത സിനിമയാണ്. നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സും അത്രയും ഫ്രീഡത്തിൽ തന്നെ വർക്ക് ചെയ്ത സിനിമയാണ്. എൻ്റെ കുതിരക്കാലം എന്ന് പറഞ്ഞ ക്യാരക്ടറും അല്ലെങ്കിൽ എൻ്റെ യക്ഷി യൂണിവേഴ്സിലേക്ക് രണ്ട് കഥാപാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടുമ്പോഴാണ് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി എൻ്റെ പ്രമേയത്തിൽ യക്ഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ മിന്നൻ മുല്ലിലെ സൂപ്പർ ഹീറോ, ലോകയിലെ കല്യാണിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഈ പടത്തിലായാലും രണ്ട് രസകരമായ ക്യാരക്ടർ എനിക്ക് ഭയങ്കര രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. പിന്നെ ആക്ച്വലി കംപ്ലീറ്റ്ലി ഫ്രീഡം തന്നൊരു സിനിമയാണിത്. അത് ആക്ച്വലി നമ്മൾ മാത്യുവിൻ്റെ ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഇത് ആളുകൾക്ക് ഇനി നോട്ടീസ് ചെയ്യും. ഇപ്പോൾ ലോകയിൽ കുറേ ഹിഡൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വന്ന രീതിയിൽ മാത്യുവിൻ്റെ കഥാപാത്രത്തിന് നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുള്ള കോസ്റ്റ്യൂം റെഫറൻസ് പണ്ടത്തെ വിജയ് സിനിമകളുടെ കംപ്ലീറ്റ് അതേപോലെ തന്നെയാണ്. വിജയുടെ നായികനെ പോലെ തന്നെയാണ് ഞാൻ മീനാക്ഷിനെ സെറ്റ് ചെയ്തത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കുറേ സിനിമകളിൽ വിജയുടെ എക്സാക്ട് അതേ ലുക്ക് തന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദെൻ അത് ആളുകൾക്ക് ഇനിയും കിട്ടിക്കോട്ടെ, ഞാൻ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ട, എല്ലാവരും കണ്ടുപിടിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഭയങ്കര കൊളാബറേറ്റേഴ്സ് ആയിരുന്നു. ആക്ച്വലി ഞാൻ എന്ത് പുട്ട് ചെയ്താലും അവരത് വെയർ ചെയ്യാനും, ഈവൻ ഒരു പീരീഡ് സെറ്റിംഗ് ഉള്ള മൂവിയാണ് അന്ന് പ്രോപ്പർലി ഒരു പീരീഡ് പറയാനുള്ള. ബട്ട് അന്ന് നമ്മൾ കണ്ടിട്ടുള്ള പഴയ സിനിമകളിലുള്ള കുറേ നല്ല കഥാപാത്രങ്ങളെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതിനുപരി ഇത്രയും ഐഡിയാസൊക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത്, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ പ്രീവിയസ് ഒരു 53 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ തന്നൊരു പ്രൊഡ്യൂസറിനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ആൻഡ് താങ്ക് യു സജനിക. പിന്നെ എല്ലാവർക്കും പടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ മാതിരി മിന്നൽ മുരളിയും അതേപോലെ നെല്ലിക്കാമ്പോയിലെ കുതിരക്കാലനും ജ്യോതിയേച്ചിയൊക്കെ. ആക്ച്വലി നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എൻ്റെ മറ്റു സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ കഥാപാത്രങ്ങൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. എനിവേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും
താങ്ക് യു. ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത് ഒരു സിനിമ സക്സസ് ആയിട്ട് പ്രസ് മീറ്റിന് വിളിക്കാൻ. ഞാൻ 53 സിനിമ ചെയ്തിട്ടുണ്ട്. 53ാമത്തെ സിനിമ വരെ എത്തേണ്ടി വന്നു എന്നെ ഒരു പ്രസ് മീറ്റിൽ വിളിക്കാൻ. താങ്ക് യു സജൻ, താങ്ക് യു. ഈ വിജയ് പരിപാടി അവൻ സെറ്റ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇക്ക ഞാനൊരു ഐറ്റം പിടിക്കുന്നുണ്ട്, ഇക്കൊക്കെ ഉറപ്പായിട്ടും വർക്കാവും എന്നാ പറയുന്ന പിടിക്ക് കാണട്ടെ. എന്നിട്ട് ആ ഡബിൾ ഷെയ്ഡ് ഷർട്ടും പരിപാടി 90s വസന്താണ്, ഇക്ക സെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്നെ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെടാ മെൽവി, അത് വർക്കായിട്ട്. താങ്ക് യു വെൽവിജ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, കാരണം ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഭയങ്കരമാണ്. അപ്പൊ എന്നെ അങ്ങനെ വെൽവിജ്, താങ്ക് യു സോ മച്ച് വെൽവിജ് ഫോർ താങ്ക് യു. നേരത്തെ പറഞ്ഞ മാതിരി ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളതിന് വലിയൊരു ഉത്തരവാണ് വിക്കി. ഹായ്, ഞാനിതിൻ്റെ സൗണ്ട് ഡിസൈനറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നൗഫലിക്കനെ ഒത്തിരി വർഷമായിട്ട് അറിയാം. സോഡാനി ഫ്രം നൈജീരിയ ആയിരുന്നു എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മൂവി. സോ ഇതിൽ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കില്ല, മച്ചാൻ ഒരു പടമുണ്ട് വരണം കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ ആക്ച്വലി എനിക്ക് ഒത്തിരി സമയം കിട്ടി. അതാണ് നമുക്ക് ഇത് ഇങ്ങനൊരു ഇതിലായിട്ട് കൊണ്ടുവരാൻ പറ്റിയത്. ആക്ച്വലി അത് മറ്റേതൊരു പ്രോഡക്റ്റ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു 20 ദിവസം പടം അടുത്ത പടം റിലീസാണെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഇതിന് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സമയം തന്നു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ ചേട്ടനായിട്ടായാലും നൗഫലിക്കായിട്ടായാലും നമുക്ക് ഒരുമിച്ചൊരു കുറേ തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് എടുക്കാൻ പറ്റി. പിന്നെ മെയിൻലി സജിൻ ഭായി മിക്സിന് നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ അത് മാറി നോക്കറടാ തീരുമോ ജോലി ഇല്ല, തീരാൻ ഇച്ചിരി ടൈം, കുഴപ്പമില്ല, അത് തീർന്നിട്ട് മതി എൻ്റെ പടം റിലീസ് എന്ന് പറഞ്ഞ് വാക്ക് തരുന്ന ഒരു ആദ്യത്തെ പ്രൊഡ്യൂസറാണ് സച്ചിൻ ഭായ്. അതുപോലെ എല്ലാവരും എൻ്റെ ടീമും എല്ലാവരും ഭയങ്കര, എസ്പെഷ്യലി നമ്മുടെ പടത്തിൻ്റെ മിക്സ് എഞ്ചിനീയർ രാജേട്ടൻ, MR രാജേഷൻ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്. പുള്ളിയും കൂടെ കാരണമാണ് നമ്മുടെ പടം ഇങ്ങനൊരു സൗണ്ടിങ്ങിലേക്ക് വന്നത്. താങ്ക് യു സോ മച്ച്. രാജാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഇല്ല, പക്ഷെ ചേട്ടനും ബിഗ് താങ്ക്സ് ഫ്രം എവ്രി വൺ. കാരണം ഇത് തിയേറ്ററിൽ എല്ലാവരും സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് കൊണ്ടുവരുന്ന ഒരു ഫീലും അതെങ്ങനെ സൗണ്ട് ഇതിനെ എലവേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ രാജേഷൻ ചേട്ടൻ അത്രയും ഞങ്ങൾക്ക് വേണ്ടി അത്രയും ടൈം മാറ്റി വെച്ച് കുറച്ച് സിനിമകൾ മാറ്റി വെച്ച് ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരാളാണ്. വേറെ കൊണ്ടായിരുന്ന 2-3 നല്ല സിനിമകൾ മാറ്റി വെച്ച് ഇത് അതെ കാന്താര കഴിഞ്ഞ ഉടനെ അതായത് രാജേട്ടൻ കാന്താര ചെയ്യുന്ന കാന്താര, ഡയസിറെ, പാതിരാത്രി, നമ്മുടെ സിനിമ, ഈ 4 സിനിമകളുടെ 4 ജോണറാണ്. സോ ഡയസിറയുടെ പോലെ അല്ല, സോറി വിട്ട സിനിമ ഡ്യൂഡ് വിട്ടു, ഒരു വലിയൊരു തെലുഗു മൂവി ഇട്ടു. അങ്ങനെ 3 സിനിമകൾ വിട്ടിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് പുള്ളി വരുന്നത്. അപ്പോൾ ഡയസിറെ എന്ന് പറയുന്ന സിനിമ എൻറ്റയർലി ഡിഫറെൻറ്റ് സൗണ്ടിങ്, വേറെ തന്നെ സൗണ്ടിങ്. നമ്മുടെ കുറച്ചും കൂടി കമേഴ്ഷ്യൽ ടൈപ്പ് പ്ലസ് കുറേ ജംസ് കെയർ സാധനങ്ങളുള്ളൊരു സാധനമാണ്. സോ പുള്ളി അതിനു വേണ്ടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ടൈം എടുത്ത് പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്ക് വേണ്ടി പുള്ളിയും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ നൈറ്റ് റൈഡേഴ്സ്. സോ അതിൻ്റെ ഒരു എഫേർട്ട്, നമ്മളെടുത്ത എഫേർട്ട് ഇതിനകത്ത് കണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. യുവാവായിട്ട് മാറിയപ്പോൾ അവസ്ഥ എങ്ങനെയുണ്ട്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ അത് അക്സെപ്റ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വീടുണ്ടായിരുന്നു, വീണ്ടും ആൾക്കാരെടുത്തിട്ട് ഓടായോന്ന്. കാരണം പുതിയൊരു സാധനം ട്രൈ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. ഓൾസോ എസ്പെഷ്യലി അതിന് ശേഷം അപ്പം അല്ലെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അല്ല അപ്പൊ അതിനുശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ റൊമാൻസ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്ത സിനിമ നൈറ്റ് റൈഡേഴ്സ്, അല്ലെങ്കിൽ ഷൂട്ട് ആ സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നത് പുതിയൊരു കാര്യം ചെയ്യുന്നത് അപ്പൊ ഇത് ആൾക്കാർ സ്വീകരിക്കില്ല എന്നുള്ളത്. ഇന്ന് ഈ പടം ഇറങ്ങുന്നവരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ നൗഫലിക്കയും ഇവരെല്ലാവരും തന്നെ എപ്പോഴും എനിക്ക് കോൺഫിഡൻസ് തരുമായിരുന്നു. രസമായിട്ട് വന്നിട്ടുണ്ട്, പേടിക്കണ്ട എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഇന്ന് എനിക്ക് വന്ന മെസ്സേജുകൾ വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ റെസ്പോൺസ് കാണുമ്പോഴായാലും എനിക്ക് ആൾക്കാർ സ്വീകരിച്ചല്ലോ. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്.
താങ്ക് യു ടു ദ ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും അത് സ്ക്രീൻ പ്ലേ തന്നെ. എൻ്റെ റൈറ്റർ ഇവിടെ ഉണ്ട്, അവന് ഇരിക്കാൻ സ്ഥലമില്ലാത്തത് അവിടെ മാറി. ഭയങ്കര സ്ക്രിപ്റ്റിൽ ഞങ്ങൾ കൺസേൺഡ് ആയിരുന്നു. അത് മാക്സിമം ലാഗ് തിരിച്ചറിഞ്ഞ് അത് സ്ക്രിപ്റ്റിൽ ചോപ്പ് ചെയ്തിട്ടാണ് ഒരു വേർഷൻ ഉണ്ടായത്. എന്നാലും ഷൂട്ട് നമ്മളൊരു ഫസ്റ്റ് കട്ട് ആക്ച്വലി ഒരു 2.5 മണിക്കൂറോളം ഉണ്ടായി. പിന്നെ അത് സീൻസ് കളഞ്ഞിട്ടല്ല ആക്ച്വലി 2:05 എത്തിച്ചത്. മാക്സിമം ടൈറ്റ് ചെയ്ത് ഇത് വേണ്ട അത് വേണം എന്നുള്ളൊരു തീരുമാനം പ്രോപ്പറായിട്ട് വെച്ചു. ഒരു ഗ്രാഫ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനൊരു ലാഗ് ഇല്ലാത്ത, അങ്ങനെ എല്ലാവരും പറയണുണ്ട്. നമ്മളത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്തു തന്നെയാണ്. മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ ക്ലൈമാക്സുകൾ എടുക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ഇല്ല, മാത്യുവിനെ ഫൈറ്റ് ചെയ്തിട്ട് മലയാളികൾ കാണട്ടെ എന്ന് വിചാരിച്ചു. അത് ആദ്യം ഒരു കുറേ ഫൈറ്റ് മാസ്റ്ററുടെ പ്ലാൻ ഭയങ്കര ഹെവി ആയിരുന്നു. ഒരു ഭയങ്കര ഹീറോയിക് പരിപാടികളൊക്കെ അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ ഉറപ്പായിട്ടും നമുക്കറിയാലോ, നമ്മളൊരു എന്താ മാത്യു അടുത്തിരിക്കണ കാരണം ഞാൻ ഇതാക്കി പറയണമെന്നില്ല. ഒരു സൂപ്പർ സ്റ്റാർ പടമല്ല എന്തായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന പോലെ മാത്യുവിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു നല്ല സിനിമ, എല്ലാവർക്കും എല്ലാ തരത്തിലും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിനിമ എന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടാവില്ല. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്യുവിനെയും കൊണ്ട് കുറെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ ഓർഗാനിക്കലി കഥ പറയാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികൾ മാത്രമേ ഉള്ളൂ. വളരെ ലേറ്റ് ആണ് ആക്ച്വലി. എനിക്കും ഞാനിപ്പോ ഈ കഥ കേട്ടപ്പോഴായാലും ഇപ്പൊ റെസ്പോൺസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അതെല്ലാം വൃത്തിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു നമ്മുടെ ഫൈറ്റ് ചെയ്ത കലയ മാസ്റ്ററാണ്. നൗഫലൊക്കെ രണ്ടുപേരും ചേർന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒട്ടും എന്താ ഓവറും ആവരുത് എന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് അളവിൽ അത് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ അത് അവർ ഓൺ ലൊക്കേഷൻ എടുത്തത് അടിപൊളിയായിരുന്നു. പിന്നെ ഓൾസോ ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ഫൈറ്റ് സിനിമയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, അതിനുപരി ഒരു പേടിയുള്ള ഒരുത്തൻ അവൻ്റെ ഫിയേഴ്സിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നൊക്കെ അവൻ്റെ ട്രോമേനെ ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് എന്താ അവൻ എന്താ പറയാ അത് അതിൽ നിന്ന് ഒരു വളരുമെന്നല്ല, നമ്മൾ ഫിയേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ മനുഷ്യനാവുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഇത് തുറന്നു കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടർ അവൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം ഫേസ് ചെയ്ത് മുന്നേറുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയുടെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഉള്ള ഒരു ആംഗിള്. അപ്പൊ അതിന് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കലി വന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഫൈറ്റ് ഇടാം, മാത്യു ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് മാത്യുവിനെ കൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യിപ്പിക്കാം അങ്ങനെ വന്നതല്ല. ഇങ്ങനെ ഈ ശ്യാം എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ട്രാൻസിഷൻ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ഭയങ്കര ഓർഗാനിക്കലി സ്ക്രിപ്റ്റിൽ അവർ ജ്യോതിഷംസിനും ഒക്കെ എഴുതി അങ്ങനെ വന്ന് പ്ലേസ് ചെയ്തൊരു പരിപാടിയാണ്. മാത്യുവില് ശ്യാം ഇല്ല 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 എനിക്ക് ഇരുട്ട് കുഴപ്പമില്ല. ഹൊറർ പടങ്ങള് പേടിയാ, പക്ഷെ എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒക്കെ എന്തെങ്കിലും എൻ്റെ ഒരു അംശം ഉണ്ടാവും. ആദ്യമായിട്ടായിരിക്കും. ശരിയാ, ഓർമ്മിപ്പിച്ചാല് താങ്ക് യു ബ്രോ. ശ്യാം എന്നുള്ള കഥാപാത്രത്തിൽ ഞാനില്ല. അത് അതെ. ഇതെല്ലാവരും കൂടെ ഇത് പറഞ്ഞു എനിക്ക് നല്ല പേടിയാവുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരാളല്ല ഞാൻ. സന്തോഷമുണ്ട് ആൾക്കാരത് പറയുമ്പോൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞോളം നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സന്തോഷമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതെ ഞാൻ വേറെ പരിപാടി പിടിച്ചു പോക്കോളാം. അത്രയും വലിയൊരു ഇതായിട്ട് അയ്യോ ഞാനില്ല അത്രയും പ്ലീസ്. അതെ, അത് കുറെ പേര് ഇപ്പോഴും പറയുന്നു. സിനിമ കണ്ടിട്ടും തിയേറ്ററിൽ ആ സോങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. അത് മ്യൂസിക് ഇപ്പോൾ ഇവരാണ് ചെയ്തിരിക്കുന്നത്.
ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈമിലായാലും നമ്മളുടെ ഒരു ടീമിൻ്റെ, എനിക്ക് ഫുൾ ക്രെഡിറ്റ്സ് ടീമിനാണ്. നൗഫലിക്കിനോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട്, സുനു ചേട്ടൻ, ജ്യോതി ചേട്ടൻ, ഇതിനെല്ലാം ഒപ്പം നിന്ന് സജിൻ ചേട്ടൻ, ഇവരെല്ലാവരും കാരണമാണ് നമ്മൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ എന്താണ് പോസിറ്റീവായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ കാണുന്നത് ഇവരുടെ കാരണമാണ്. സോ അതിൻ്റെ കൂടെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആണ്. ധന്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എപ്പോഴും എനിക്ക് സ്പെഷ്യലായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ പടത്തിലുണ്ട്. അപ്പോൾ ബിഗ് താങ്ക് യു.